ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് വെയിറ്റി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MSN ട്രോൾ സീരീസിലാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വളരെയധികം നാൾ പെൻഡിങ് ആക്കി വെച്ചിരുന്ന നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഓഫ് ക്യാമറയിൽ ഇരുന്ന റോളർ കോസ്റ്റർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ സിറ്റിയിൽ കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില വ്യക്തികളെ നമ്മൾ ഓണം സെലിബ്രേഷന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തികൾ ഇവിടെ പലതരം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാം. എല്ലാ വാഴകളും ഇപ്പോൾ കറന്റ്ലി ഗെയിമിൽ കയറിയിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് എനിക്കറിയത്തില്ല. എനിവേസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഗൈസ്, ഈ സീരീസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ആരാ എന്താണ് നീ പച്ച കളറല്ലേടാ, എന്നിട്ട് നീ നീലായിട്ടോണ്ട് ഇറങ്ങിയേക്കും നാളെ പറ്റിക്കാൻ. കള്ള നാറി അതെവിടുന്നാ ആ ശബ്ദം മാത്രമേ ആളിനെ കാണുന്നില്ല. എവിടെ? ഓക്കെ, മല്ലു ജിറ്റി ഗെയിമർ നമസ്കാരം. എന്താണ് ഇവിടെ എല്ലാവരും പരിപാടി? എന്താ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന ഓണപരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോഴാണല്ലോ എല്ലാം കൂടെ ഒരുമിച്ച് വന്നത്. ഇതാരുണ്ടാക്കിയ ഷോപ്പ്? എന്താണിത്? ദാണ്ടെ ഓന്തതാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടേ. ഹലോ ഓന്തേ, നമസ്കാരം. നിങ്ങളിത് എന്തൊരു കാണിക്കുന്നത്? ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. ഇത് ആരുണ്ടാക്കിയ ഷോപ്പ്? അല്ല, ഗെയിമിങ് ഒരു കാര്യം ചെയ്യട്ടെ, നിന്റെ ഡ്രസ് ഇതാരെ റെഡി ആയില്ലേ? നീ എന്ത് നീല കളർ ഇട്ടോണ്ട് നടക്കുന്നത്? ഞാൻ പറഞ്ഞേട്ടാ, എഫ് ഗെയിമിങ്ങേ നിന്റെ ഡ്രസ് റെഡി ആയില്ലേ? നീ എന്ത് ഇപ്പോഴും നീല കളർ ഇട്ടോണ്ട് നടക്കുന്ന? ആ ഡ്രസ് കാണാനില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ജുഗിലായിരിക്കും അടിച്ചു മാറ്റിയത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇന്നലെ കുളിച്ചില്ല, അഴിക്കളവിരിക്കുന്നേ. പെട്ടെന്ന് ഡ്രസ് ശരിയാക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്വന്തം കളറല്ലാത്ത കളർ ഇട്ടോണ്ട് നടക്കാൻ പാടില്ല. ഇവിടെ വേണ്ട ഒരു ഗോസ്റ്റ് ട്രീ വന്നെന്നൊക്കെ ആരൊക്കെയോ പറയുന്ന കേട്ടു. ഇവിടെ ഇതെന്താ സാധനം? ഇതെന്തോടെ ഗ്രീൻ ഹൗസാ? ആരോ ഉണ്ടാക്കിയ ഒരു ഗ്രീൻ ഹൗസ് ആണ് എനിക്ക് തോന്നുന്നു. ഇവിടെ കഴിവുള്ള ആരും ഇത് ഉണ്ടാക്കത്തില്ല. അപ്പൊ എഫ് ഗെയിമിംഗ് ആയിരിക്കും. അതെ, ഇവിടെ കഴിവുള്ളവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് കൈൻഡ് സാധനങ്ങളാണ്. 500 രൂപയ്ക്ക് 5000 രൂപയുടെ ഓവർ ആക്ടിങ് കാണിക്കരുത് നീ. ഉണ്ടാക്കി വെച്ചവനെ അറിയാതെ എവിടെയൊക്കെ എന്തിരിക്കുന്നു. അണ്ടറാണെങ്കിൽ ഞാൻ ഓടൂടാ. എനിക്ക് ഓടാനും അറിയാടാ നല്ലപോലെ. ആ അങ്ങോട്ട് വെച്ചോടാ, ഇങ്ങോട്ട് പോകണം. നീ പിന്നെ ഗൈസ്, നമ്മളൊരു സംഭവം ശ്രദ്ധിക്കാതെ പോയി. ഇവിടെ ആരോ നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. താങ്ക് യു മിസ്റ്റർ എഫ് ഗെയിമിംഗ് ഫോർ ദ ഗിഫ്റ്റ്. കണ്ടാടാ, കണ്ടു പണി ചെറുക്ക നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. നീയൊക്കെ ഇവിടെ നടന്നിട്ട് നമുക്ക് വല്ലതും കൊണ്ട് തന്ന. നീയൊക്കെ ഇന്ന് ഇങ്ങോട്ട് വേടാ, എനിക്കൊരു കാര്യം കാണിച്ചു തരാൻ. അപ്പോ ഞാനിവിടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. കണ്ട് കാണുമോ ആവോ? അങ്ങനെ പറഞ്ഞൂടെ? എല്ലാരും എന്റെ കൂടെ വരേണ്ടതാണ്. എല്ലാവരും സ്പോണിൽ ഇവിടെ ഉണ്ടായിരുന്ന. അപ്പൊ എല്ലാരും സ്പോണിലോട്ട് വരൂ സുഹൃത്തുക്കളെ. ആരുടെ അമ്പലം ഉണ്ടാക്കിയത്? അമ്പലോ? അല്ല ജിറ്റി, ഇത് ആരുടെ അമ്പലമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്?
സ്തുതി. ഇവിടെ നേരത്തെ മ്യൂസിയം കമ്മിങ് സൂൺ എന്നാണ് എഴുതി വെച്ചിരുന്നത്. ഇനി മ്യൂസിയം കാണാണ് സോൾ കിങ്. ജിതി അതൊക്കെ ഇത് സോൾ കിങ്ങിന്റെ ബിൽഡിംഗ് ആയിരിക്കാം, ആവാതിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഇവിടെ ഒരുത്തൻ താണ്ടെ നീല കളറിട്ട് ആൾമാറാട്ടം നടത്തുന്നു. അവൻ ഓണം സെലിബ്രേഷന് ജിതി ഓണം സെലിബ്രേഷന് വന്ന് കറുപ്പും വെള്ളം ഇട്ടോണ്ട് വന്ന് ഇപ്പൊ അതാ നീല ഇട്ടോണ്ട് വന്നേക്കുന്നത്. അത് ആളെ പറ്റിക്കുന്ന നീ കുഞ്ഞാണെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് കാണണം കേട്ടോ. ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ അമ്യൂസ്മെന്റ് പാർക്ക്. നീ ഏതാ, എവിടെ പോണ്? എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എന്റെ അമ്യൂസ്മെന്റ് പാർക്ക്. തീ അണച്ചാ നോക്കിക്കോ. നിങ്ങൾക്കും വീഡിയോ കാണുന്നവർക്കും വേണ്ടി ഞാൻ ഇത് പരിചയപ്പെടുത്തി തരാം സുഹൃത്തുക്കളെ. ഇത് ഭയങ്കര അലമ്പ് പിടിച്ച ആൾക്കാരാണ് കേട്ടോ. ഇവന്മാരെയും കൊണ്ട് ഇതിനകത്തോട്ട് കയറ്റാനേ കൊള്ളത്തില്ല. ഇതാണ് ബോട്ടിംഗ് ഏരിയ. ഇവിടെ നിങ്ങൾക്ക് ബോട്ടെടുത്ത് തുഴഞ്ഞ് ഇവിടെ കളിക്കാം. അത്രേ ഉള്ളൂ. ഇവിടെ ടിക്കറ്റ് ഒക്കെ ഞാൻ വെക്കും. ഇപ്പം ഇത് ഫുള്ള് പണി കഴിയാത്തോണ്ടാണ് ടിക്കറ്റ് കൗണ്ടർ വെക്കാത്തത്. അത് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ, ഫുഡ് കൗണ്ടർ ഒക്കെ വെക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് എല്ലാം എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഫ്രീ റൈഡ് തരികയാണ് സുഹൃത്തുക്കളെ. ഇതാണ് മുകളിൽ കാണുന്നുണ്ട് ഈ വലിയ വലിയ തൂണുകൾ. ഇത് ഞാനും നമ്മുടെ സ്വന്തം എഫ് ഗെയിമിംഗ് സിഗ്മയും കൂടെ ആണ് ഇത്രയൊക്കെ ആക്കിയെടുത്തത്. വലിയ വലിയ തൂണുകളൊക്കെ എഫ് ഗെയിമിംഗ് സിഗ്മയാണ് ഇവിടെ നിന്ന് പണിഞ്ഞത്. എഫ് ഗെയിമിംഗ് സിഗ്മയാണ് ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ അടിസ്ഥാനം അല്ലേ? വെള്ളത്തിൽ ഈ ബോട്ട് താങ്കൾ കയാക്കാണ് യൂസ് ചെയ്ത് ഉപയോഗിച്ചത്? ഇത് കയാക്കാണോ? പലതും ഉണ്ട് ഇവിടെ, പലതരം ബോട്ടുകളുണ്ട്. എല്ലാത്തിനും ഞാൻ പേരൊക്കെ അടിച്ചിടാം, നിങ്ങൾ വിഷമിക്കാതി. ഇനി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ റോളർ കോസ്റ്റർ. വാ ഇത് തരാൻ വേണ്ടി അവിടെ ഓരോരുത്തരും ഓരോ മൈൻകാർട്ട് എടുക്കൂ, ഇവിടെ വെക്കൂ, പോവൂ. ഒറ്റ മൈൻഡ് അങ്ങോട്ടല്ല, അപ്പുറത്തെ സൈഡിൽ വെച്ചോ. പൊക്കോ, കേറി. ഞാൻ വെച്ചത് നീ പോണടാ. പൊക്കോ, പൊക്കോ, വിട്ട വണ്ടി. നമുക്ക് ഒരുമിച്ച് ഇതിന്റെ അടിയിൽ ചാവുന്ന ബട്ടൺ വല്ല വെച്ചിട്ടുണ്ടാ? അവ ഇതിന് ഇറങ്ങി ചാടി തോന്നുന്നു. മൈകാട്ടില്ലാതൊക്കെ പോണ്. നിങ്ങളെല്ലാരും റൈഡ് കഴിഞ്ഞാൽ ഇനി ഞാൻ പോയിട്ട് വരാം. ഇതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കില് ഞാൻ ബിൽഡ് ചെയ്ത റോളർ കോസ്റ്റർ. എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അതെ, എഫ് ഗെയിമിംഗ് സിഗ്മയും സഹായത്തിനായിട്ടുണ്ടായിരുന്നു എന്ന വിവരം നിങ്ങളെ ഞാൻ അറിയിച്ചു തന്നു. ഇവിടെ ഇന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ MSN സിറ്റിയിലെ പല ബിൽഡുകളും കാണാം. ബാങ്ക്, മെക്ഡൊണാൾഡ്സ്, താഴെ സ്പോണ് എല്ലാം കാണാം. പിന്നെ ബോർഡൊക്കെ അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിങ്ങനെ നേരെ വന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് അവസാനിക്കും. ഇത് ചെറിയ റോളർ കോസ്റ്റർ ആണ്. നമ്മൾ ഇതിലും വലുത് നമ്മൾ വൈകാതെ തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആരും ഒന്നും പേടിക്കേണ്ട. നമ്മള് ഈ തൂടില്ലാത്ത റോളർ കോസ്റ്റർ നമ്മള് ഒരെണ്ണം പണിയുന്നുണ്ട്. കാര്യം വെച്ചാൽ വളരെ ഹൈറ്റിലോട്ട് പോകാൻ വേണ്ടി, കുറച്ചധികം ദൂരത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ റോളർ കോസ്റ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഇത്ര ഭയങ്കര എടുത്തിട്ടേക്കുന്നത് നീയൊക്കെ?
എങ്ങനെ ഇപ്പൊ എനിക്ക് ഓളാ വാങ്ങിക്കട്ടെ പോയി ഇനി കൂട്ടോട്ട് പോയി താങ്ക് യു. അയ്യോ ഇത് ഏത് കാട്ടുമുക്ക്? പൊട്ടെ പൊട്ടെ എന്തോരം വാങ്ങിക്കട്ടത്. എന്താ നമ്മൾ എവിടെയോ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റേ കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് 80 സൈനിങ് ഓഫ്. ബൈ.